ചെയ്യാൻ പോണ ഒരു വ്ളോഗാണ്. ഇന്ന് നമ്മൾ നിൽക്കുന്ന സ്ഥലം പറയുന്നത് തൃത്താലയിൽ കുറ്റിപ്പുറത്തേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ യാത്രക്കാർക്കൊക്കെ ഒരു റെസ്റ്റ് എടുക്കാൻ പറ്റിയത് ഒരു ഭയങ്കര റിലീഫ് ആവുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ നല്ല കാറ്റുണ്ട്. ഇവിടെ കളിക്കാൻ കുട്ടികൾക്ക് ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി ഊഞ്ഞാലുകളുണ്ട്. ആൽമരത്തിന്റെ വള്ളികളിൽ നമുക്ക് തൂങ്ങി കളിക്കാം. ഇത് നമ്മുടെ ഭാരതപ്പുഴയോട് ചേർന്നിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. അപ്പൊ നമുക്ക് താഴെ പുഴ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ ഭാരതപ്പുഴ എന്ത് രസമല്ല പുഴ കാണാൻ. കാണുന്നതാണ് നമ്മുടെ ഭാരതപ്പുഴയുടെ പാലം. അവിടെ ഭാരതപ്പുഴയുടെ പാലമല്ല, അതാണ് നമ്മുടെ വെള്ളിയാങ്കല് റെഗുലേറ്റർ. അപ്പൊ അവിടെ വെള്ളിയാങ്കല് പാർക്ക് ഉണ്ട് കേട്ടോ. നമ്മള് അവിടുത്തെ ഒരു വീട്ടിൽ നമുക്ക് പിന്നെ ഒരു ദിവസം ചെയ്യാം. പിന്നെ ഇന്നത്തെ ഇവിടെ പറയണത് നമുക്ക് മീനൊക്കെ പിടിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ്. മീൻ പിടിക്കാൻ ഇവിടെ മീൻ പിടിക്കാൻ വരുന്നവരൊക്കെ വേഗം ചൂണ്ടയെടുത്ത് വന്നോളൂ. ഇഷ്ടം പോലെ മീൻ കിട്ടും. ഇപ്പൊ ഇവിടെ വെള്ളം ഭയങ്കര കുറവാണ്. എനിക്ക് നീന്താൻ അറിയില്ല. ഞാൻ പക്ഷെ എന്റെ ഡാഡിനോട് പറഞ്ഞ് എന്തായാലും വെക്കേഷനില് ഞാൻ നീന്തൽ പഠിപ്പിക്കും. അപ്പൊ എല്ലാവരും പഠിക്കുന്ന വ്ളോഗ് കൂടെ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ഇനി മേലത്തെ പിന്നെ ഒരു കാര്യം, നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ നമ്മുടെ മെയിൻ ക്യാരക്ടർ നമ്മൾ അവതരിപ്പിക്കാൻ മറന്നുപോയി. അപ്പൊ നമുക്ക് അത് ഇതാണ് നമ്മുടെ കുഞ്ഞനിയൻ കുഞ്ഞൂസ്. നിദാൻ എന്നാണ് പേര്. നമ്മൾ കുഞ്ഞൂസ് എന്ന് വിളിക്കുന്നത്. ആള് ഭയങ്കര ഗൗരവത്തിലാട്ടോ. കാര്യമാക്കണ്ട, നമ്മള് കുറച്ചും കൂടി കഴിഞ്ഞാൽ അത് ശരിയായിക്കോളൂ. കണ്ട ആള് വണ്ടി ഓടിച്ചെടുത്ത് മൊത്തം തുപ്പലത്തിൽ നിറഞ്ഞു നിൽക്കാണ്. തോണിയുണ്ട് ഇവിടെ. MT വാസുദേവനാരുടെ ഒരു ചിത്രം വരച്ചിട്ടുണ്ട് കേട്ടോ. ആരും നമുക്ക് അറിയില്ല. ഇവിടെ ഒരു തോണിയുണ്ട്. അപ്പൊ ഇതിരിക്കുന്നത് ആടുന്നുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ഇവിടുത്തെ പ്രധാന ഹൈലൈറ്റ് പറയണത് ഈ ആൽമരമാണ്. അപ്പൊ ഇവിടെ കുറെ പണ്ഡിതന്മാർക്ക് ഈ ആൽമരത്തിന്റെ ചോട്ടിലിരുന്ന ബോധോദയം ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പൊ ഇന്നൊക്കെ വല്ലതും കിട്ടാൻ നോക്കട്ടെ. എല്ലാരും കിട്ടിയാ ഇവിടെ ഇപ്പൊ നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ലൊരു ചൂട് സമയത്ത് നല്ല സുഖമുണ്ട്. ഇവിടുത്തെ പിന്നെ അടുത്ത ഒരു സംഭവം പറയണത് ഇതാ. ഇത് രണ്ടുമാണ്. നമുക്ക് നോക്കാം. ഇതാണ് അവിടെ പണ്ട് കാലങ്ങളിൽ ആൾക്കാർ വെള്ളം കുടിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന സംഭവം. ഇതിലിങ്ങനെ വെള്ളം ശേഖരിച്ചു വെക്കും. ഇപ്പോൾ ഇതിൽ ഫുള്ള് പ്ലാസ്റ്റിക്കും വേസ്റ്റ് അല്ലാതുമാണ്. ഇങ്ങനെ ഒരിക്കലും പ്ലാസ്റ്റിക് പൊതുസ്ഥലങ്ങളിൽ വലിച്ചെറിയത് അത് നമ്മുടെ ഭൂമിക്ക് ദോഷമാണ്. പിന്നെ അടുത്ത സംഭവമാണ് ഇത് തോട് താങ്ങി. ഇത് പണ്ട് കാലം ആൾക്കാർക്ക് നമ്മൾ നടന്നിട്ടൊക്കെ അല്ലേ പോയിരുന്നത്. അപ്പൊ അവരൊക്കെ അവരുടെ ആ ഒരു ചുമടൊക്കെ ഒന്ന് ആശ്വസിക്കുന്ന ഒരു സംഭവമാണ് ഇത്. ഇതില് പോകുന്നവർ എന്തായാലും കയറണട്ടോ ഈ സ്ഥലത്ത്. ഇത് അടിപൊളി സ്ഥലമാണ്. നല്ല വൈബാണ്. ഇവിടെ നല്ല കാറ്റുണ്ട്. അടിപൊളിയാണ്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. ഇവിടെ ഈ മഞ്ഞ മുളയും പച്ച മുളയുണ്ട്. അധികം ആരും കാണാത്തത് കണ്ടിട്ടുണ്ടാവും. എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് മഞ്ഞ മുളയും പച്ച മുളയും. ഈ സ്ഥലം തിരിച്ചറിയാനായിട്ട് ഇവിടെ യാത്രക്കാരുടെ ഇടത്താണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ തൊട്ട് താഴെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലാസ്റ്റിക് കുപ്പി, പ്ലാസ്റ്റിക് കവറുകൾ മുതലായവ അതായത് ഇടങ്ങളിൽ നിക്ഷേപിക്കുക. അതായത് ഇടങ്ങളിൽ തന്നെ നിക്ഷേപിക്കുക. ഈ സ്ഥലം വൃത്തിയായിട്ടിരിക്കാനാണ് അവർ അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടവരൊക്കെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തണം, ഷെയർ ചെയ്യണം, ലൈക്കും ചെയ്യണം. ബൈ.